ഏറെക്കുറെ കഴിക്കാൻ പറ്റുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ്. വളരെ എളുപ്പമാണ് ഈ മുറുക്ക് തയ്യാറാക്കി എടുക്കുന്നതിന്. അധിക സമയമൊന്നും ആവശ്യമില്ല. അരിപ്പൊടിയും കടലമാവുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. രണ്ടും നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. 1.5 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്, കായം, ബട്ടർ. എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിപ്പൊടി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഫൈനായിട്ടുള്ള പൊടി വേണം എടുക്കാൻ. അത് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ആയിട്ടുള്ള പൊടി എടുക്കാവുന്നതാണ്. എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഇത് ഓരോന്നായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നീട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജീരകം, എള്ള്, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി മിക്സ് ആയതിനു ശേഷം ഒരു 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്കിത് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ഈ മാവ് തയ്യാറായി കഴിഞ്ഞു. മാവ് തയ്യാറാക്കിയ ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മാവ് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റാർ അച്ചാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. ഞാനിതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മാവിൽ എണ്ണ പുരട്ടി വെച്ചിരുന്നതായതുകൊണ്ടാണ് ഞാൻ എണ്ണ തൂത്ത് കൊടുക്കാത്തത്. ഈ രീതിയിൽ മാവ് നല്ല ടൈറ്റായിട്ട് തന്നെ ഞാനിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം സ്റ്റൗ ഓണാക്കി നല്ല കട്ടിയുള്ളൊരു പാൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഞാനിത് ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇത് എടുക്കുന്നത്. എനിക്കൊരു 20 എണ്ണമൊക്കെ തയ്യാറാക്കാനുള്ള മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതും.
ഇതിന് തന്നെ പലതരത്തിലുള്ള അച്ചുകളുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഞാനിനി ഒരു ഷേപ്പിലും കൂടി ഇത് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒരു വശം നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുത്ത് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ കുറച്ച് നാൾ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാനും പറ്റും. പെട്ടെന്ന് കേടായി പോകുന്ന ഐറ്റം അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വാഴയിലയിൽ ഇതുപോലെ തന്നെ ഷേപ്പിൽ ചുറ്റിച്ച ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ്. ഈ മുറുക്ക് നമുക്ക് കടലമാവ് മാത്രം ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാം. അരിപ്പൊടിയുടെ അളവ് കുറച്ചുകൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ തയ്യാറാക്കിയാലും വളരെ ടേസ്റ്റിയാണിത്. ഇത് തയ്യാറാക്കുമ്പോൾ തീർച്ചയായും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനും കൂടെ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രുചി നമുക്ക് കിട്ടുന്നത്. ഞാനിത് ഇങ്ങനെ ഒരു ഷേപ്പിലും കൂടെ കുറച്ചുണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയൊന്നും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം അല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ എണ്ണ അധികം ഇതിനാവശ്യവുമില്ല. ഞാനിതിവിടെ ഓരോന്ന് വീതമാണ് തയ്യാറാക്കിയത്. കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയത്. കൂടുതൽ മാവ് ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് 2-3 എണ്ണം ഒന്നിച്ച് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എനിക്കൊരു 20 പീസിനുള്ളത് മാത്രമേ ഞാൻ തയ്യാറാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. ഇങ്ങനെ 2 ഷേപ്പിലാണ് ഞാനിത് തയ്യാറാക്കിയത്. എല്ലാവരും ഓണത്തിന് എന്തായാലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്